السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീന് ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ഒരു ഭാഗമായ അൽ ഖവാഇദുൽ ഫിഖ്ഹിയ ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മഹാനായ പണ്ഡിതൻ നാസറുദ്ദീൻ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചെറിയ ഗ്രന്ഥമാണ് നമ്മൾ തെരഞ്ഞെടുത്തത്. 33 ബൈത്തുകളാണ് നമ്മൾ അതിൽ ചൊല്ലിയത്, പഠിച്ചത്. ഇനി 34ാമത്തെ ബൈത്താണ് നമ്മൾ ചൊല്ലാനുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതന്നെയാണ്. ഭാഷാപരമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഫിഖ്ഹിൽ, അതേപോലെ തന്നെ ഉസൂൽ ഫിഖ്ഹിൽ, ഫിഖ്ഹിലും കർമ്മശാസ്ത്രത്തിലും, കർമ്മശാസ്ത്ര അതിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന കർമ്മശാസ്ത്ര നിദാനശാസ്ത്രമായ ഉസൂൽ ഫിഖ്ഹിലും ഖവായിദുൽ ഫിഖ്ഹിലും ഒക്കെ അറബി ഭാഷ വളരെ പ്രധാനമാണ്. അറബിയിലെ ഓരോ പദം കൊണ്ടായിരിക്കും പണ്ഡിതന്മാർ ഒരു കാര്യം ഇസ്തിംബാത്ത് ചെയ്യുക, എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. അറബി ഭാഷ എത്ര നന്നായി അറിയുന്നോ അത്രയും ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് നല്ലതാണ്. തീരെ അറിയാതിരുന്നാൽ അത് ദീനിനെ ബാധിക്കും, അവൻ പഠിച്ചു വച്ചതിനെ ബാധിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അറബി ഭാഷയിലുള്ള പാണ്ഡിത്യം അല്ലെങ്കിൽ അറബി ഭാഷയിലുള്ള അറിവ് അത് വളരെ പ്രധാനമാണ്. അതുമായി ബന്ധപ്പെട്ട അവസാനത്തെ ബൈത്താണ് ഇന്ന്. ഒരു ബൈത്ത് കൂടെ ഉണ്ട്, 34, 35 ഉണ്ട്. ആ 2 ബൈത്ത് നമുക്കിന്ന് പറയാം. 36 തൊട്ട് വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ ഖവായിദുൽ ഫിഖ്ഹിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കും. 34ാമത്തെ ബൈത്ത്, കദാക മൻ വമാ തുഫീദാനി മഅ കുല്ലൽ ഉമൂമി യാ ഉഖയ്യ ഫസ്മഅ. നമ്മളിപ്പോ ആമിനെ അറിയിക്കുന്ന പദങ്ങളാണ് പറയുന്നത്. നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സിലുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അൽഹംദ് പറഞ്ഞു. ഹംദിന്റെ ചേർത്ത് അല്ല് പറയുമ്പോൾ എല്ലാ ഹംദുകളും എന്നർത്ഥം വരും. അൽ അലീം എന്ന് പറയുമ്പോൾ എല്ലാം അറിയുന്നവൻ എന്നർത്ഥം വരും. അതേപോലെ തന്നെ വേറൊന്നാണ് ഉമൂമിനെ അറിയിക്കുന്നതാണ് ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യുന്നില്ല, ഇല്ല, അരുത് എന്നുള്ളിടത്തൊക്കെ നക്കിറകൾ വരിക. ഉദാഹരണത്തിന് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇതാണ് നമ്മൾ അവസാനം പറഞ്ഞത്. അപ്രകാരം തന്നെ പൊതുവായ അർത്ഥം ലഭിക്കുന്ന 2 പദങ്ങളാണ് മന്നും മായും. കദാക്ക, അപ്രകാരം,
മൻ വമ, മൻ എന്ന പദവും മാ എന്ന പദവും തുഫീദാനി, അവ രണ്ടും ഉപകാരം ചെയ്യും, മഅൻ രണ്ടും, കുല്ലൽ ഉമൂമി, നമ്മൾ നേരത്തെ പറഞ്ഞ പൊതുവായ അർത്ഥം, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന അർത്ഥം. മൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും, അവരൊക്കെ അതിൽ ഉൾപ്പെട്ടു. യാ ഉഖയ്യ, എന്റെ പൊന്നു സഹോദര, ഫസ്മഅനി, കേൾക്കണം, പഠിക്കണം എന്ന് ഷെയ്ഖ് പറയാണ്. അപ്പൊ അതില് മന്നും മായും അതെങ്ങനെയാണ് പൊതുവായ അർത്ഥം അറിയിക്കുന്നത് എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഷാപരമായ ചർച്ച വരുമ്പോ എന്തെങ്കിലും ഒരു ചടപ്പുണ്ടോ? ഇല്ലല്ലോ. രണ്ടു ഭാഷാപരമായതുകൊണ്ടേ നമ്മളിപ്പോ മുമ്പ് ഇത്രയും കർമ്മശാസ്ത്രം പറഞ്ഞിട്ട് കർമ്മശാസ്ത്രത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമാണ് ഭാഷ. ഉദാഹരണം, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്നൊരായത്തുണ്ട്. മൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെക്കുക? മൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ ആര് അർത്ഥം വെക്കലുണ്ട്, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരാൾ അർത്ഥം വെക്കലുണ്ട്, അങ്ങനെയൊക്കെ അർത്ഥം വെക്കലുണ്ട്. ഇവിടെ മൻ യതവക്കൽ അലല്ലാഹ്, ആരാണോ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നത്, ഫഹുവ ഹസ്ബുഹു, അവന്റെ കാര്യങ്ങള് അള്ളാഹു തന്നെ നോക്കും, അവന്റെ ഹസ്ബായിട്ട് അള്ളാഹു ഉണ്ടാകും എന്ന്, അള്ളാഹു അവന് മതിയായവനാണ്, അവന്റെ കാര്യങ്ങൾ അള്ളാഹ് ഏറ്റെടുക്കും. അപ്പൊ ഈ മന്നിൽ ആരപ്പെടുക? മൻ എന്ന് ആർക്കൊക്കെ പറയാൻ പറ്റുമോ? പൊതുവെ മന്ന് പറയല് ബുദ്ധിയുള്ള അറിവുള്ള ആളുകൾക്കാണ് മന്ന് പറയുക അറബിയില്. അങ്ങനെ ആർക്കൊക്കെ പറയാൻ പറ്റുമോ അവരൊക്കെ ഇതിൽ, പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇതിൽ പെട്ടു. അപ്പൊ വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ഈ മന്നുള്ള പദം ആഖിലിനും മാ ഇതേ അർത്ഥം വരുന്ന പദമാണ്, പക്ഷെ അത് ബുദ്ധിയുള്ളവർക്ക് പ്രയോഗിക്കൂല, വസ്തുക്കൾക്കാണ് പ്രയോഗിക്കുക. നോക്കാം വേറെ ഉദാഹരണം, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അപ്പൊ ആരെങ്കിലും ഒരാൾ ഒരു മിസ്ഖാല ദർറത്ത്, നമ്മൾ അണുമണി തൂക്കം എന്ന് പറയലുണ്ട്, എത്ര ചെറിയ അളവ് നന്മ ചെയ്താലും അത് അവൻ എന്ത് ചെയ്യും? കാണും. അപ്പൊ ഈ മണ്ണിൽ ആരൊക്കെ പെട്ടു? എല്ലാവരും പെട്ടു. മണ്ണിന് അങ്ങനെ ഒരു വ്യാപകാർത്ഥമുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും ഒന്നാനാകാശത്തേക്ക് രാത്രിയുടെ അന്ത്യയാമത്തിൽ എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്ന്, അതിന്റെ ഏറ്റവും അവസാനത്തെ മൂന്നിലൊന്നിൽ അള്ളാഹ് ഇറങ്ങി വരും. എന്നിട്ട് അള്ളാഹ് ചോദിക്കും, മൻ യദ്ഉനി ഫഅസ്തജീബ ലഹു, ആരാണ് എന്നോട് പ്രാർത്ഥിക്കാനുള്ളത്, ഞാൻ അവന് ഉത്തരം ചെയ്യും എന്ന് അള്ളാഹു പറയും. അപ്പൊ ഈ മണ്ണിൽ ആര് പെട്ടു? ആര് പ്രാർത്ഥിച്ചാലും അള്ളാഹു അതിന് ഉത്തരം ചെയ്യും. ഇനി അങ്ങനെ മഞ്ഞ് വന്ന പ്രയോഗങ്ങൾ കുറെ ഉണ്ട്, ഖുറാനിലും ഹദീസിലൊക്കെ ഒരുപാടുണ്ട്. ഇനി മാ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹ് പറഞ്ഞു, മാ ആതാകുമുർ റസൂലു ഫഖുദു. അപ്പൊ റസൂലുള്ള കൊണ്ടുവന്നതിനെ നിങ്ങൾ പിൻപറ്റുക എന്നുള്ളതാണ്. എന്താ റസൂൽ കൊണ്ടുവന്നത്? അല്ല, റസൂല് കൊണ്ടുവന്നത് ഏതിനെ നമ്മൾ പിൻപറ്റേണ്ടത്? എല്ലാത്തിനെയും കിട്ടുന്ന മാ ആതാകുമുർ റസൂൽ, അതാണ് ഇപ്പൊ ഇവിടുത്തെ പറ്റി പ്രധാനപ്പെട്ടത്. റസൂൽ എന്ത് കൊണ്ടുവന്നാലും നമ്മൾ എന്ത് ചെയ്യണത്? സ്വീകരിക്കണം. അത് മാ എന്നുള്ളതിന് വ്യാപകാർത്ഥമുണ്ട്. ഇനി മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് ഒരു റഹ്മത്ത് തുറന്നു കൊടുത്താൽ ഫലാ മുംസിക ലഹ, അതിനെ പിടിച്ചു വെക്കാൻ ആർക്കും കഴിയുകയില്ല, മുംസിക്കില്ല. അപ്പൊ ഇവിടെ അള്ളാഹു ഏത് റഹ്മത്തും അതിലെന്ത് ചെയ്തു? പെട്ടു. ഇനി വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ എന്ത് നിങ്ങൾ ചെലവഴിച്ചാലും, അപ്പൊ എന്ത് അതിൽ പെട്ടു, എല്ലാം പെട്ടു. മാ ഇൻദക്കും യൻഫദ്, നിങ്ങളടുത്തുള്ളതൊക്കെ എല്ലാം. അപ്പൊ ഈ എല്ലാം എവിടുന്ന കിട്ടി? അത് ഈ മാലുണ്ട് എന്ന്, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം എന്ന് എവിടെ നിന്ന് കിട്ടി? അത് ഈ മായില് ഉണ്ട്. ഇനി ഈ മന്നും മായും പോലെ വേറെ പ്രയോഗങ്ങളും അറബിയിലുണ്ട്. ഇപ്പൊ നമ്മളിത് രണ്ട് മാത്രം പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. വേറെ പ്രയോഗങ്ങളെ നമ്മളൊന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മന്നും മായും പോലെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അപ്പൊ ഇതിന്നൊക്കെയാണ് പണ്ഡിതന്മാർ അർത്ഥം എടുക്കുക. ഈ വമാ ആതാകുമുർ റസൂൽ, റസൂൽ കൊണ്ടുവന്നതിന് ചില ആളുകൾ, ഞാനിപ്പോ ഉദാഹരണം പറയാം, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു എന്നാണല്ലോ. അപ്പൊ ചില ആളുകൾ എടുക്കും, ഇത് സൂറത്തുൽ ഹശ്റിലെ ആയത്താണ് അല്ലെ, ഈ ആയത്ത് എവിടുത്തെ ആയത്താണ്? സൂറത്തുൽ ഹശ്റിലെ ആയത്താണ്. ചില ആളുകൾ പറയാണ്, ഒരാൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്,
അതിപ്പോ അന്ന് ആ സ്വത്ത് വീതം വെച്ചപ്പോ റസൂൽ എന്താണ് നിങ്ങൾക്ക് തന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക എന്നർത്ഥം വെക്കുന്നവരുണ്ട്. അപ്പൊ അത് അവിടുത്തെ അതാണ് ആ റസൂൽ തന്നത് അതാണ് ഉദ്ദേശം എന്ന് പറയുന്നവരുണ്ട്. അതല്ല ഉദ്ദേശം, റസൂൽ എന്ത് നമുക്ക് തന്നാലും അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തും എന്നുള്ള അർത്ഥം എവിടുന്നാ കിട്ടിയത്? അത് ഈ മായിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതാണ് ഈ അറബി ഭാഷ പഠിക്കുന്നതിൻ്റെയും അതിന്റെ ഗൗരവം. നമ്മൾ ചിലപ്പോൾ അർത്ഥം വെച്ചാൽ ശരിയാവില്ല. എത്രത്തോളം ആഴത്തിൽ അറബി ഭാഷ പഠിച്ചാലും അത്ര മെച്ചം നമ്മുടെ ദീനിലുണ്ടാകും. കാരണം ഓരോ ആയത്തും മനസ്സിലാകുന്നതിന്റെ കോലം മാറും. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഭാഷ പഠിച്ചിട്ടാണ്, അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ, അതിന് സംവിധാനം നമ്മൾ കണ്ടെത്തണം എങ്ങനെങ്കിലും. ഇന്നത്തെ കാലത്ത് ഇപ്പൊ അതൊന്നും, ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലും പഠിക്കാലോ, അതിന് പറയുന്ന പ്രത്യേക പ്രായമൊന്നുമില്ല. അറബി ഭാഷ പഠിക്കാൻ ഇത്രാമത്തെ വയസ്സിലേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അപ്പൊ ഏത് പ്രായത്തിൽ നമുക്ക് ഭാഷ പഠിക്കുക, എത്രത്തോളം ആഴത്തിൽ പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് മെച്ചമുണ്ട് എന്നർത്ഥം. ഇനി അതേപോലെ തന്നെ 35-ാമത്തെ ബൈത്തും കൂടി നമ്മൾ ഇന്ന് ചൊല്ലുകയാണ്. ഇതേപോലെ പൊതുവായ ഒരു അർത്ഥം കിട്ടുന്ന വേറൊരു സന്ദർഭം. വമിസ്ലുഹുൽ മുഫ്രദു ഇദ് യുളാഫു ഫഫ്ഹം ഹുദീത റുഷ്ദ മാ യുളാഫു. വമിസ്ലുഹു അപ്രകാരം തന്നെ, അതുപോലെ തന്നെ, നമ്മൾ നേരത്തെ കഥാക്ക പറഞ്ഞ പോലെ അതേപോലെ വ്യാപകാർത്ഥം കിട്ടുന്ന ഒരു പ്രയോഗം കിട്ടാണ്. അൽ മുഫ്രദു ഏകവചനം, ഇദ് യുളാഫു അത് മുളാഫായി വന്നാൽ. അപ്പൊ എന്തേ പറഞ്ഞേ? ഏകവചനം, ദിവചനം, ബഹുവചനം ഉണ്ട് അറബിയില്. കലം എന്ന് പറഞ്ഞാല് പേന, കലമാനി 2 പേന, അക്ലാമ് പേനകൾ. അപ്പം ഇതിൽ ആദ്യം പറഞ്ഞ കലമ് മുഫ്രദാണ്, രണ്ടാമത് പറഞ്ഞ കലമാനി മുസന്ന എന്നാണ് പറയാ, അതായത് ദ്വിവചനം. അക്ലാം എന്ന് പറഞ്ഞാൽ ജംഅ എന്നാണ് അറബിയിൽ പറയാം. ഈ ഏകവചനം ഇപ്പൊ മുഫ്രദ്, ഇതിലോട്ട് കലമ് അല്ലെങ്കിൽ അങ്ങനെ ഏത് ഏകവചനം മുഫ്രദായ പദം അത് മുലാഫായി വന്നു, മുലാഫായി വരാന്ന് പറഞ്ഞാൽ അറബിയിൽ ഈ മുലാഫിലൈഹി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അറിയുന്നവർക്കാണ് അറിയാം. മുലാഫിലെ അറിയുന്നവർ കൈവക്കിയേ. കുട്ടികൾ വേണ്ട, ദർസുട്ടികൾ വേണ്ട, ഓല അറിയില്ലെങ്കിൽ ഞാൻ ഓല അടിക്കും. മുലാഫിലൈഹി, ഓക്കെ, അൽഹംദുലില്ലാ. മുലാഫിലൈഹി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ പറയാണ്, കലമു സെയ്ദിൻ എന്ന് പറഞ്ഞു. കലമു സെയ്ദിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെയ്ദിന്റെ പേന എന്നാണ്. കലമു സെയ്ദ് എന്ന് പറഞ്ഞാൽ സെയ്ദിന്റെ പേന എന്നാണ്. കിതാബ് മുഹമ്മദ് എന്ന് പറഞ്ഞാല് മുഹമ്മദിന്റെ കിതാബ്. ഈ സ്ട്രക്ചറിനാണ് അറബിയിൽ മുലാഫിലൈഹി എന്ന് പറയാം. ബൈത്തുല്ലാ അള്ളാന്റെ വീട്, നാഖത്തുല്ലാ അള്ളാന്റെ ഒട്ടകം. ഈ സ്ട്രക്ചറിനാണ് അറബിയിൽ എന്ത് പറയാ? മുലാഫിലൈഹി എന്ന് പറയാം. നമ്മൾ ഇതിനെയാണ് ഇപ്പൊ കലമു സെയ്ദ് എന്ന് പറഞ്ഞാൽ സെയ്ദിന്റെ പേന. അപ്പൊ കലമിനെ നമ്മൾ ആരിലേക്ക് ചേർത്തി പറഞ്ഞു? സെയ്ദിലേക്ക് ചേർത്തി പറഞ്ഞു. ഈ ചേർത്തുന്നതിനാണ് അറബിയിൽ അലാഫ എന്ന് പറയാം. അപ്പൊ ഈ ചേർക്കപ്പെട്ട കലമിന് എന്ത് പറയും? മുലാഫ് എന്ന് പറയും. ചേർക്കപ്പെട്ടത് ഏതിലേക്കാണോ ചേർക്കപ്പെട്ടത് അതിന് മുലാഫിൻ ഇലൈഹി, അതിലേക്ക് ചേർത്തു എന്ന് പറയും. അപ്പൊ കലമു സെയ്ദ് എന്ന് പറഞ്ഞാൽ കലമു മുലാഫും സെയ്ദ് എന്താണ്? മുലാഫിലൈഹി ആണ്. ഇത് അറബിലൊരു ബേസിക് സ്ട്രക്ചർ ആണ്. ഒരു പദം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ 2 പദങ്ങൾ കൂട്ടിയൊരു അർത്ഥമുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് മുലാഫ്, മുലാഫിലൈഹി. അതിൻ്റെതായ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു മുഫ്രദായ പദം മുലാഫായി വന്നാൽ ചിലപ്പോഴൊക്കെ അതിനെന്ത് കിട്ടലുണ്ട്? അതിന് ഒരു ഏകവചനം അത് മുലാഫായി വന്നാൽ അതിന് പലപ്പോഴും അത് പൊതു അർത്ഥം കിട്ടലുണ്ട്. പലപ്പോഴും, എല്ലാപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല, പലപ്പോഴും കിട്ടും. എന്നിട്ട് ഷെയ്ഖ് പറയാ, ഫഫ്ഹം നീ മനസ്സിലാക്കണം, മാ യുലാഫു ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണ കാര്യങ്ങൾ നീ മനസ്സിലാക്കണം. ഹുദീത റുഷ്ദ അള്ളാഹ് നിങ്ങൾക്ക് സന്മാർഗത്തിലേക്ക് അള്ളാഹ് വഴി കാണിച്ച് തരട്ടെ എന്ന പ്രാർത്ഥനയാണത്. ഹുദീത റുഷ്ദ എന്ന് പറഞ്ഞാൽ നിനക്ക് റുഷ്ദ് നൽകപ്പെട്ടു എന്നാണ് അറബിൽ അർത്ഥം വരിക. ഇത് പ്രാർത്ഥനയാണ്, അഥവാ അള്ളാഹ് നിനക്ക് സന്മാർഗം തരട്ടെ ആവട്ടെ. അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി വ്യക്തമാവെന്ന് തോന്നണം.
വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു നിന്റെ രക്ഷിതാവ് റസൂലുള്ളാഹിനോട് പറയാണല്ലോ, നിന്റെ രക്ഷിതാവ് നിനക്ക് അന്ന നിഅമത്ത് സംസാരിക്കണം എന്നാണ്, പറയണം, നിഅമത്ത് പറയണം. ഇപ്പൊ നിഅമത്ത് റബ്ബിക എന്ന് പറയുമ്പോ അത് മുളാഫ് മുളാഫിലല്ലേ അല്ലേ? നിന്റെ രക്ഷിതാവിന്റെ നിഅമത്ത്. അപ്പൊ നിഅമത്തിനെ ആരിലേക്ക് ചേർത്തു? റബ്ബിലേക്ക് ചേർത്തു. ഏതാ മുളാഫ്? നിഅമത്ത് മുളാഫ്. ഏതാ മുളാഫിലേ? റബ്ബ് മുളാഫിലേ. ഈ നിഅമത്ത് ബഹുവചനാണോ ഏകവചനാണോ ദ്വിവചനാണോ? അല്ല, ഏകവചനാണ്. നിഅമത്ത് പറഞ്ഞ അനുഗ്രഹം എന്നേ അർത്ഥമുള്ളൂ. നിഅമത്ത് പറഞ്ഞ അനുഗ്രഹങ്ങൾ എന്നാണെങ്കിൽ നിഅം എന്ന് പറയണം. എന്ത് പറയണം? നിഅം എന്ന് പറയണം, എന്നാലേ ബഹുവചനമാണ്. അപ്പൊ ഏത് നിഅമത്ത് പറയണം? അല്ല, ഏത് നിയമത്തെ പറയേണ്ടത്? ഇത് അനുഗ്രഹം എന്നേ അതിന് അർത്ഥമുള്ളൂ, ഏകവചനാണ്. എല്ലാ നിഅമത്തും പറ. അത് എവിടുന്ന കിട്ടി? ഇത് മുഫ്രദാണ്, ഏകവചനാണ്, അത് മുളാഫായിട്ടാണ് വന്നത്. അപ്പൊ അതിനെന്ത് കിട്ടും? വ്യാപകാർത്ഥം കിട്ടുന്ന്. അല്ല, ജമ്മായിട്ടില്ല. ജമ്മാവണമെങ്കിൽ എന്തെന്നെ പറയണം? ജമ്മ ആകാതെ തന്നെ എന്ത് കിട്ടി? വ്യാപകാർത്ഥം കിട്ടി. മുഫ്രദായിട്ട് പ്രയോഗിച്ചിട്ട് എന്ത് കിട്ടി? അപ്പൊ നമ്മൾ ചോദിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫലാ തദൂ മഅല്ലാഹി അഹദ, അള്ളാഹിന്റെ കൂടെ ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഏതാള്? എല്ലാരെയും. അതെവിടുന്ന് കിട്ടി? അത് ചെയ്യരുത് എന്നുള്ളതിന്റെ സ്ഥലത്ത് ഒരു നക്കിറ, അഹദ് എന്ന് പറയുന്ന ഒരു നക്കിറ പോലത്തെ ഒരു സാധനം വന്നാൽ വ്യാപകാർത്ഥം കിട്ടുക. അതേപോലെ മുഫ്രദ് വന്നാൽ അതിന് മുഫ്രദിന്റെ അർത്ഥമല്ല കിട്ടുക, വ്യാപകാർത്ഥാണ് കിട്ടുക. അപ്പൊ അങ്ങനെ ഉണ്ട്. ഇനി ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ അതിന് വിരുദ്ധം പ്രവർത്തിക്കുന്നവരെന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അള്ളാഹ് താക്കീത് ചെയ്യാണ്. റസൂലുള്ളാഹിന്റെ ഈ അമ്രിന് വിരുദ്ധം പ്രവർത്തിക്കുന്നവർ സൂക്ഷിക്കണം. ഏത് അമ്ര്? അമ്ര് ഏകവചനാണ്. അമ്രുൻ കൽപ്പന, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഒരു കൽപ്പന. അമ്രാനി രണ്ട് കൽപ്പന. അവാമിർ കൽപ്പനകൾ. ഏത് കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിച്ചാലാണ് സൂക്ഷിക്കേണ്ടത്? എല്ലാ കൽപ്പന. അതെവിടുന്ന് കിട്ടി? അമ്ര എന്നുള്ളത് റസൂലുള്ളാഹിന്റെ കൽപ്പന എന്ന് വന്നു. അപ്പൊ എല്ലാ കൽപ്പന എന്ത് ചെയ്തു? അതിൽ പെട്ടു. ഇനി ഇതിലിപ്പോ നമ്മളൊരു മസ്അല, ഈ അടിമത്ത സമ്പ്രദായം നിലവിലുള്ള കാലത്ത് ഒരാൾ പറയാണ് റഖീഖി ഹുറുൻ, എന്റെ അടിമ, എന്നെ അടിമ എന്ന് പറഞ്ഞില്ല, റഖീഖി ഹുറുൻ. ആ റഖീഖ് എന്നുള്ളത് ഏകവചനാണ് അല്ലേ? റഖീഖ് എന്ന് പറഞ്ഞാൽ അടിമ എന്നർത്ഥമുള്ളൂ. അപ്പൊ അതിലെല്ലാ അടിമ എന്ത് ചെയ്യും? പെടും. കാരണം മുലാഫായി. റഖീഖി എന്റെ അടിമ എന്ന് പറഞ്ഞില്ലേ, അതോടെ എല്ലാ അടിമയിലും പെട്ടു. ഇനി പറയാണ് ഹാദ വഖഫുൻ അല വലദി, ഇതിന്റെ മകന് വഖഫാണ്. വലദി എന്ന് പറഞ്ഞാല് ഒരു മകന് വലത്, ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വലത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ വലദി എന്ന് പറഞ്ഞാല് എല്ലാ മക്കളും എന്ത് ചെയ്തു? പെട്ടു. മുലാഫായി പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിൽ പെടുന്നതാണ്. ഇനി ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത്, ഈ പഠിച്ച ഭാഗത്തിന് അറബിയിൽ പറയാ അൽഫാദുൽ ഉമൂം എന്നാണ്. എന്താ പറയാ? ഉമൂം എന്ന് പറഞ്ഞാൽ ഈ വ്യാപകാർത്ഥം, പൊതുവായ അർത്ഥം, അതിനാണ് ഉമൂം എന്ന് പറയാ. അതിന്റെ പദങ്ങൾ, അതിനാണ് അൽഫാദുൽ ഉമൂം എന്ന് പറയാ. ഇതൊക്കെ അറിഞ്ഞിരിക്കൽ. ഇതെന്തിനാ നമ്മൾ പഠിക്കണേ? ഇതറിഞ്ഞിരിക്കൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താ അറിവ് കിട്ടുമ്പോൾ നമുക്ക് മുമ്പില്ലാത്തതിനേക്കാൾ തെളിച്ച് എന്ത് കിട്ടും? അത് വായിക്കുമ്പോ ഇനി കിട്ടും. അപ്പൊ നമുക്ക് സംശയം ചോദിക്കാം, ഇതിങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ചില പണ്ഡിതന്മാർ പറയും ഇല്ല, അവിടെ ഉമൂമില്ല, അതെന്തല്ലാത്ത അതിന് എന്നെ കാരണമുണ്ട്, അങ്ങനെ പറയും. ചിലയിടത്ത് ഈ ഉമൂം ഉണ്ടാവില്ല, ചിലയിടത്ത് ഈ വ്യാപകാർത്ഥം ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ വിശദമായ പഠനങ്ങളാണ്. എന്തായാലും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മളിപ്പോ അല്ല് പഠിച്ചു, അതേപോലെ തന്നെ ഈ നക്കിറകൾ, നമുക്ക് റജുൽ, അങ്ങനെയുള്ള നക്കിറകളൊക്കെ നഫി നഹീന്റെ സിയാഖിൽ വന്നാൽ പഠിച്ചു. മന്നുമാ പഠിച്ചു. ഇപ്പൊ ലാസ്റ്റ് പഠിച്ചത് മുഫ്രദ് മുലാഫായി വന്നാൽ പഠിച്ചു. ഇതൊക്കെ
എന്താ പറയാ, വളരെ ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഖൈർ നമ്മുടെ ജീവിതത്തിൽ കിട്ടും. മൻ എന്ന് പറഞ്ഞാൽ ഒരാളിനെ ശരിക്കും അർത്ഥമുള്ളൂ. മാ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ അർത്ഥമുള്ളൂ. അവിടെ വ്യാപകാർത്ഥം കിട്ടുന്നുണ്ട്. അതാണ് ഈ അറബി ഭാഷന്റെ പ്രത്യേകത. അത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനി ഏകദേശം ഒരു 3-4 ഇതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ കിതാബ് കഴിയും. ഭാഷാ ചർച്ച കഴിഞ്ഞ് 2-3-4 വൈത്തും കൂടി നമ്മൾ ഓതാനുള്ളൂ. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കിതാബിൽ നിന്ന് ഇറങ്ങും. ഇനി എന്താ ചെയ്യുക? ഈ കിതാബ് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഒരു കിതാബ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു കുട്ടി നെഹ്വിലെ ഏറ്റവും ചെറിയൊരു കിതാബ് പഠിച്ചു, നെഹ്വില്, ഗ്രാമറില്, സർഫില് എന്താ ചെയ്യേണ്ടത്? പറഞ്ഞോളി. അല്ല, പാലിക്കണം എന്നുള്ളത് കിതാബ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പാലിക്കണം. പഠിച്ചു കഴിയണ്ട. അല്ല, ഈ കിതാബ് ഒന്നുകൂടി പഠിക്കണം. ശരിക്കും അതാണ് ചെയ്യേണ്ടത്. ഒരു കിതാബ് പഠിച്ചു കഴിഞ്ഞാൽ ആ കിതാബ് ഒന്നുകൂടി പഠിക്കണം. പക്ഷെ നമ്മളെന്ത് ചെയ്യൂല? അത് നിങ്ങൾ ഒറ്റക്ക് പഠിക്കണം. ക്ലാസ് എടുത്ത് തരല് 2 വട്ടം വേണം നിർബന്ധമല്ല. പഠിക്കല് 2 വട്ടം വേണം. അല്ലെങ്കിൽ അതേ ദർജ, അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വലിയ കിതാബ് പഠിക്കണം. ഇത് ഒന്നുകൂടി ഓർത്തെടുക്കാൻ പറ്റുന്ന കോലത്തിൽ പഠിക്കണം. അതിപ്പോ നമ്മൾ ഫിഖ്ഹിൽ ഒരു കിതാബ് പഠിച്ചു, ചെറിയൊരു കിതാബ് പഠിച്ചു വിചാരിക്കാം, സാദുൽ മുസ്തഖ്നി പഠിച്ചു വിചാരിക്കാം. അപ്പോ അത് ഓർത്തെടുക്കാൻ പറ്റുന്ന കോലത്തിൽ വേറെ കിതാബ് പഠിക്കണം. അല്ലെങ്കിൽ ആ കിതാബിനെ ഒരു 3-4 വട്ടം പഠിക്കണം. ഒരു കിതാബ്, ഒരു ഗ്രന്ഥം അത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ, ഇപ്പൊ നമ്മൾ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ, കേട്ടു എന്ന് പറയാം. പഠിച്ചു എന്ന് പറയണമെങ്കിൽ 2-3 വട്ടം, ഒരിക്കലും ചുരുങ്ങിയത് 3 വട്ടെങ്കിലും ആ കിതാബ് ഒന്നുകൂടി വായിക്കണം എന്നാണ്. എന്നാലേ ആ കിതാബ് പഠിയുള്ളൂ. മറ്റേത് ചിലപ്പോൾ ഒരു കാട്ടിക്കൂട്ടലാവും. പിന്നെ ഓർമ്മ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ പണ്ടെപ്പോഴോ പഠിച്ചിനു എന്നോ അതേ ഉണ്ടാവുള്ളൂ. അത് ഉണ്ടായിട്ട് കാര്യമില്ല. അത് പഠനമല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ ചില പണ്ഡിതന്മാരൊക്കെ ഒരു കിതാബ് 500 വട്ടം വായിച്ചു, 250 വട്ടം വായിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അന്തം വിടും. പിന്നെ ഇമാം ഉസൂൽ ഫിഖ്ഹിലെ ഒരു ഗ്രന്ഥം 400 വട്ടം വായിച്ചു എന്ന് ഞാൻ അവിടെ വായിച്ചു. 400 വട്ടം വായിച്ചു. 400 തവണ ഒരു കിതാബ് വായിച്ചു. അതന്നെയാണ് ഒലക്ക് ഇൽമിന്റെ പ്രത്യേകത. 400 തവണ ഒരു കിതാബ് വായിക്കുക, ഒരേ കിതാബ്. അത് നമ്മൾക്ക് തോന്നിയാണ് നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി നമ്മൾ ഒന്നുകൂടി ആദ്യക്കെന്ന് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ 3-ാം വട്ടം പോകുമ്പോൾ വീണ്ടും തെളിയും. നമുക്ക് കിതാബിൽ മനസ്സിലാവാത്ത ഭാഗമൊക്കെ ഉണ്ടാവും. എനിക്ക് പഠിക്കുന്ന കാലത്ത് ഈ ആമു ഖാസോ ഒന്നും തിരിഞ്ഞില്ല. ആമും മുത്തലൊക്കെ അതിന്റെ വ്യത്യാസം എനിക്ക് മനസ്സിലായില്ല. അത് ഒന്നുകൂടി വായിച്ചു, പിന്നെയും വായിച്ചു. അപ്പൊ വായിച്ചാൽ അങ്ങനെ മനസ്സിലാവും. അള്ളാഹു എളുപ്പം തരും, മനസ്സൊക്കെ എളുപ്പം തരും. ഈ ഇൽമു പഠിക്കുന്നതിന്, പ്രത്യേകിച്ച് ദീനിന്റെ ഇൽമു പഠിക്കുന്നതിന് അതിൻ്റെതായ ഒരു മധുരമുണ്ട്. ഇതൊരു മൂലക്കത്തെ ഇൽമല്ല. ദീനിന്റെ ഇൽമ എല്ലാ ഇൽമുകളെക്കാളും മുന്തി നിൽക്കുന്ന ഇൽമാണ് ഏത്? ദീനിന്റെ ഇൽമ. അത് ആയത്തിൽ പഠിക്കുമ്പോൾ MBBS-നേക്കാൾ സിലബസ് അതിലുണ്ടാവും. ദീൻ ആയത്തിൽ പഠിക്കുമ്പോൾ എഞ്ചിനീയറിനേക്കാൾ സിലബസ് ഇതിലുണ്ടാവും. ദീൻ ആയത്തിൽ പഠിക്കുകയാണെങ്കിൽ ഏത് വിജ്ഞാന ശാഖയേക്കാളും അത് ഇറങ്ങിയാൽ അതിന്റെ പരപ്പ് മനസ്സിലാവും. ഒരുപാടുണ്ട്. ഞാൻ ഷാഫിന്റെ ഒരു കൗല് മുമ്പ് പറഞ്ഞിരുന്നു, പഠിച്ചു തുടങ്ങുമ്പോൾ തോന്നും, ഈ ആദ്യത്തെ ഘട്ടത്തിൽ തോന്നും എനിക്കെല്ലാം തിരിഞ്ഞു തോന്നും. 2-ാം ഘട്ടം എത്തുമ്പോൾ എനിക്ക് തിരിഞ്ഞിക്കണം, പക്ഷെ കുറച്ചുകൂടി തിരിയാണ്ട് തോന്നും. ഒന്നുകൂടി എത്തുമ്പോൾ എനിക്ക് തിരിയാനുള്ളതാണ് കൂടുതലും തോന്നും. ലാസ്റ്റ് എത്തുമ്പോൾ മനസ്സിലാകും ഒന്നും തിരിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവും. അതാണ് ശറഈ ഇൽമിന്റെ പ്രത്യേകത. അള്ളാഹു കൂടുതൽ പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്താനും വിനയത്തോടെ ജീവിക്കാനും അള്ളാഹുവിനോട് സൂക്ഷ്മത കാണിച്ച് ജീവിക്കാനും രഹസ്യപരസ്യ ജീവിതത്തിൽ തഖ്വ കൊണ്ടു നടക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വന്നു പോയിട്ടുള്ള അപാകതകൾ റബ്ബ് സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരട്ടെ. ഇനി നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ബുധനാഴ്ചകളിലാണ് ഉണ്ടാവുക. ജാമ്യയുടെ സിലബസ് ഒക്കെ മാറിയതുകൊണ്ട്, ടൈം ടേബിൾ മാറിയതുകൊണ്ട് ബുധനാഴ്ചകളിലാണ് ഇൻഷാ അല്ലാഹ്. ബുധനാഴ്ച രാവിലെയാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക, ഞായറാഴ്ചയല്ല. അതെല്ലാവരും മനസ്സിലുണ്ടാകുക. ഹാദാ വല്ലാഹു അലം. വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന ഹബീബിന മുഹമ്മദ്
സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.